സൽമാൻ എന്നാണ് പേര്. ഞാൻ കോയമ്പത്തൂർ CMS കോളേജിൽ MSW ചെയ്യുന്നു. ചോദ്യം, ഇസ്ലാമിക സംജ്ഞകൾ ഇസ്ലാമികപരമായിട്ടുള്ള ഡിക്ഷണറികളിൽ നിന്ന് വായിക്കുമ്പോൾ ജിഹാദിന് സ്വാഭാവികമായിട്ടും വിശുദ്ധ യുദ്ധം, മുഹമ്മദിയാക്കളുടെ വിശുദ്ധ യുദ്ധം എന്ന രൂപത്തിൽ തന്നെയാണ് ഇസ്ലാമിക ഡിക്ഷണറികളിൽ അടക്കം അർത്ഥമുള്ളത്. മറ്റ് സംജ്ഞകളൊക്കെ, ഇസ്ലാമിന്റെ മറ്റ് സംജ്ഞകളൊക്കെ അത്തരം ഡിക്ഷണറികളിൽ നിന്ന് പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു പദം മാത്രം ഈ ഒരു പദം വായിക്കുമ്പോൾ മാത്രം ഡിക്ഷണറികളെ കുറ്റം പറയുന്നത് സത്യത്തിൽ മുജാഹിദുകൾ സത്യത്തെ മൂടിവെക്കാൻ ചെയ്യുന്ന ഒരു ശ്രമമല്ലേ? നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യം, ജിഹാദി എന്ന ശബ്ദത്തിന് ഡിക്ഷണറികൾ നൽകിയിട്ടുള്ള അർത്ഥം വിശുദ്ധ യുദ്ധമെന്നാണ്. എന്നാൽ അത് അല്ല എന്ന് പറയുന്നത് അല്ല, ശരിയല്ലല്ലോ. അങ്ങനെ പറയുന്ന മുജാഹിദുകൾ യഥാർത്ഥത്തിൽ തെറ്റായ അർത്ഥകൽപ്പന നൽകുകയല്ല ചെയ്യുന്നത് എന്ന്. യഥാർത്ഥത്തിൽ ഇത് എവിടെ നിന്നാണ് ഈ വാദം കടന്നു വരുന്നതെന്ന് എനിക്കറിയില്ല. ജിഹാദ് എന്ന അറബി ശബ്ദത്തിന് അറബി ഭാഷാ നിഘണ്ടുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിഘണ്ടുക്കൾ ആണ് ലിസാനുൽ അറബും താജുൽ ഉറൂസും. ഈ രണ്ട് നിഘണ്ടുക്കളും നൽകുന്ന അർത്ഥങ്ങളിൽ ഒരുപാട് അർത്ഥകൽപ്പനകൾ നൽകുന്നുണ്ട്. ആ അർത്ഥകൽപ്പനകളിൽ ഒന്നും അറബിയിൽ വിശുദ്ധ യുദ്ധത്തിന് നമ്മൾ പറയേണ്ടത് അൽ ഹർബുൽ മുഖദ്ദസ എന്ന്, അഥവാ വിശുദ്ധ യുദ്ധം. ആ വിശുദ്ധ അൽ ഹർബുൽ മുഖദ്ദസ എന്ന ഒരു ശബ്ദം അതിനുള്ളൊരു പരിഭാഷയായി ലിസാനുൽ അറബിലോ താജുൽ ഉറൂസിലോ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഗ്രന്ഥങ്ങളിലോ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ അറബികളല്ലാത്ത ആളുകൾക്ക് അറബി ഭാഷ പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷാപരമായ പദപരമായ സ്രോതസ്സാണ് വില്യം ലെയ്നിന്റെ അറബിക് ലെക്സിക്കൺ. അറബിക് ലെക്സിക്കണിലും ജിഹാദ് എന്ന ശബ്ദത്തിന് ഈ രൂപത്തിലുള്ളൊരു ഹോളി വാർ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന് ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ പരിഭാഷ എഴുതുന്നതിന് മുമ്പ് തന്നെ പരിഭാഷ എഴുതിയ ഓറിയന്റലിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്. അവർ പോലും ജിഹാദ് എന്ന ശബ്ദത്തെ നേർക്ക് നേരെ ഹോളി വാർ എന്ന് പരിഭാഷപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ജിഹാദ് എന്ന ശബ്ദം, ആ ശബ്ദം വ്യക്തമാക്കുന്നത് എല്ലാ മതപ്രബോധകരും പറയാറുള്ളത് പോലെ അത് വളരെ ക്ലിയറാണ്, വളരെ കൃത്യമാണ്. അത് ത്യാഗ പരിശ്രമം എന്നാണ് ഇംഗ്ലീഷിൽ സ്ട്രൈവ് എന്ന് പറയുന്നതിന്റെ തുല്യമായ അറബി ശബ്ദമാണ് ജിഹാദ്. ഈ ജിഹാദ് പരിശുദ്ധ ഖുർആന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വളരെ കൃത്യമാണ് ഖുർആൻ ആ കാര്യത്തെക്കുറിച്ചുള്ള ഖുർആന്റെ പരാമർശം. ഞാനിവിടെ ഓതി വെച്ചത് പരിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ അവസാനത്തെ വചനത്തിന്റെ തുടക്കമാണ്. വജാഹിദു ബില്ലാഹി ഹഖ ജിഹാദിഹി ഹുവ ഇജ്തബാക്കും. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം ജിഹാദ് ചെയ്യണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട മുറപ്രകാരം ജിഹാദ് ചെയ്യണം. അതിനു വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? അതാണ് നിങ്ങളുടെ പിതാവായ മില്ലത്ത് അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മാർഗമാണത് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ മൊത്തത്തിൽ കാണിച്ചു കൊടുത്ത ജിഹാദ് എന്താണ് എന്ന് മതമറിയാവുന്ന ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. സായുധ സമരമായിരുന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാതൃകയായി ചൂണ്ടിക്കാണിച്ച് യഥാർത്ഥത്തിലുള്ള ജിഹാദ് ചെയ്യേണ്ടവരാണ് നിങ്ങൾ എന്ന് ഈ സമുദായത്തെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ പറയുകയും അതിനുവേണ്ടി നിങ്ങളെ പ്രത്യേകമായി തെരഞ്ഞെടുത്തതാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയിലുള്ള ജിഹാദ് എന്താണ് എന്ന് പരിശോധിക്കാൻ ഖുർആനിന്റെ പദങ്ങളിലൂടെ വചനങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചാൽ വളരെ കൃത്യമാണ് കാര്യം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ലഭിച്ച ദൈവിക ബോധനപ്രകാരം പിതാവിൽ നിന്ന് തുടങ്ങി രാജാവിൽ അവസാനിക്കുന്ന തരത്തിൽ തന്റെ നാട്ടിൽ നടത്തിയ പ്രബോധന പ്രവർത്തനങ്ങൾ, അങ്ങനെ
ആ പ്രബോധന പ്രവർത്തനങ്ങളുടെ തീവ്രമായ പ്രബോധന പ്രവർത്തനങ്ങളുടെ അനന്തരമായി കടന്നു വന്ന ഏത് പ്രശ്നത്തെയും ശക്തമായി തന്നെ ധൈര്യത്തോടു കൂടി തന്നെ നേരിടുകയും എല്ലാ സ്ഥലത്തും പടച്ച തമ്പുരാനെ മാത്രം കാവലാക്കി അവനിൽ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാർഗം. ഇതാണ് ജിഹാദിന്റെ പാതയായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അതോടൊപ്പം തന്നെ ജിഹാദിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ഏറ്റവും വലിയ ജിഹാദായി എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ 25-ാമത്തെ അധ്യായം സൂറത്തുൽ ഫുർഖാൻ 52-ാമത്തെ വചനത്തിൽ വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. നിങ്ങൾ അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് ആവശ്യം, പ്രവാചകനോടാണ് പറയുന്നത്, നിങ്ങൾ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണം. ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ജിഹാദിനെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ജിഹാദൻ കബീറ എന്ന ഏറ്റവും വലിയ ജിഹാദ്. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ ജിഹാദ് എന്ന്, വലിയ ജിഹാദ് എന്ന്, അത്യുജ്വലമായ ജിഹാദ് എന്ന് ഈ ഖുർആൻ കൊണ്ടുള്ള ജിഹാദിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. എന്താണ് ഖുർആൻ കൊണ്ടുള്ള ജിഹാദ്? ഖുർആൻ കൊണ്ടുള്ള ജിഹാദ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ജിഹാദ് തന്നെ, ആദർശ പ്രബോധനമാകുന്ന ജിഹാദ്, ലോകത്തിനു മുഴുവനും മാതൃകയായ ജിഹാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു എന്ന് പറയുന്ന ആ തെരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണോ ആ ജിഹാദ്. ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഖുർആൻ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഈ ഉമ്മത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയുന്ന കാര്യം ഇതാണ്. നിങ്ങൾ നോക്കുക, ഖുർആനിലെ ഉമ്മത്തിനെ കുറിച്ച് പറയുന്നിടത്തെല്ലാം ഉമ്മത്തിന്റെ ഉത്തരവാദിത്തമായി പറഞ്ഞിട്ടുള്ളത് നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്തിന് എന്ന് ഖുർആൻ പറഞ്ഞ അതേ കാര്യമാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത്ത് ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. എന്നിട്ട് എന്താ പറയുന്നത്? തഅമുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകരി വ തുഅ്മിനൂന ബില്ലാഹ്. അവർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യണം എന്നല്ല, മറിച്ച് മനുഷ്യർക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഉത്തമ സമുദായമായ നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്ക് ധർമ്മം പഠിപ്പിക്കലാണ്, അധർമ്മത്തിൽ നിന്ന് അവരെ അകറ്റലാണ്. അവര് അള്ളാഹുവിലുള്ള വിശ്വാസമാണ് ഇതിൽ നിങ്ങൾക്ക് കൈമുതലായിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോ ഇവിടെ യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്ന അടിസ്ഥാനപരമായ ജിഹാദ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ആ ജിഹാദിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ജിഹാദ് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പിശാചിന്റെ പ്രേരണകളിൽ നിന്ന് വ്യക്തിപരമായി പാലിക്കുന്ന ശക്തമായ മറ മുതൽക്ക് ആരംഭിക്കുന്നതാണ് ജിഹാദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തന്നെ മനസ്സിലാക്കിക്കൂടാ യുദ്ധം ജിഹാദ് അല്ല എന്ന്. യുദ്ധം ജിഹാദാണ്, വലിയ ജിഹാദാണ്, ശ്രേഷ്ഠമായ ജിഹാദാണ്, സംശയമൊന്നുമില്ല, ശ്രേഷ്ഠമായ ജിഹാദാണ്. ജിഹാദിനെ കുറിച്ച് വളരെ സമഗ്രമായി ഉള്ള ഒരു പഠനം നടത്തിയിട്ടുള്ളത് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. ഇമാം ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സാദുൽ മആദിൽ ജിഹാദിനെ കുറിച്ച്, ജിഹാദിനെ വർഗീകരിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം അതിൽ ജിഹാദുൻ നഫ്സ് എന്നും ജിഹാദു ഷൈത്താൻ എന്നും അതേപോലെ തന്നെ ജിഹാദും കുഫാർ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, മുനാഫിഖീൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വർഗീകരിക്കുന്നുണ്ട്. ഇതിൽ കാഫറുകൾക്കെതിരെയുള്ള ജിഹാദിൽ പെട്ട ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ യുദ്ധം. സത്യനിഷേധികൾക്കെതിരെയുള്ള ജിഹാദിന്റെ ഒരു ഭാഗമാണ് യുദ്ധം നടത്തം. യുദ്ധം ജിഹാദ് അല്ല എന്നാരെങ്കിലും പറഞ്ഞ് അതിനെ ലഘൂകരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിരുത്താവശ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. യുദ്ധം ജിഹാദാണ്, ഏറ്റവും ഉത്തമമായ ജിഹാദാണ്. രക്തം ചൊരിയേണ്ട വന്നാൽ ആ രംഗത്ത് രക്തം ചൊരിയൽ മതം ആവശ്യപ്പെടുന്ന രംഗത്ത് സ്വയം രക്തസാക്ഷിയാകുവാൻ സന്നദ്ധമാവുക എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ പദവി തന്നെയാണ്. പക്ഷെ അതൊരിക്കലും ആത്മഹത്യയല്ല. ജിഹാദ് ചിന്തുവാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാവുകയാണെങ്കിൽ, അള്ളാഹു നമ്മൾ പടപൊരുതി മരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ രംഗത്ത് മുന്നിൽ നിൽക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അങ്ങനെ മുന്നിൽ നിൽക്കുന്നവൻ വലിയ മുജാഹിദ് തന്നെയാണ്. ആ മുജാഹിദുകൾക്ക് ലഭിക്കുവാനിരിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും ഒരുപാട് കാണാനും കഴിയും. പക്ഷേ അതിനർത്ഥം പിന്നെ വെറുതെ പോയി യുദ്ധം ചെയ്യണമെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പോലും യുദ്ധത്തിൽ മുന്നേറി നിന്ന ഒരാളെ കുറിച്ച് അയാൾ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അയാൾ നരകത്തിലാണ്, വിശ്വാസമില്ലാതെ, യഥാർത്ഥത്തിൽ വിശ്വാസം ഉള്ളിലേക്ക് കയറാതെ,
കേവലം ഞാൻ യുദ്ധം ചെയ്യുന്ന ഹുഷാർ പടയാളിയാണ് എന്ന പേരിൽ അറിയപ്പെടുന്നതിന് വേണ്ടി യുദ്ധം ചെയ്ത ഒരു വ്യക്തി അയാളുടെ യുദ്ധത്തിന്റെ അവസാനത്തെ പരിസമാപ്തിയിൽ അയാൾ തന്നെ അയാളുടെ ഈമാനില്ല തനിക്ക് എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾ നരകത്തിലാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, യുദ്ധം അനിവാര്യമാകുന്ന ഘട്ടത്തിൽ, യുദ്ധത്തിന് ഇസ്ലാം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്നവൻ മുജാഹിദാണ്. അങ്ങനെ ഷഹീദാകുവാൻ മുസ്ലിമിന്റെ താല്പര്യമുള്ളവരാകണം മുസ്ലിങ്ങൾ. പക്ഷേ ആ താല്പര്യം ഒരിക്കലും ആത്മഹത്യക്ക് വേണ്ടിയുള്ളതല്ല, ആ താല്പര്യം ഒരിക്കലും വെറുതെ പോയി മരിക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. മറിച്ച് ഇസ്ലാം പറഞ്ഞ രീതിയിൽ, പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം, ആ രാഷ്ട്ര സംവിധാനത്തിന് കീഴിലുള്ള മുസ്ലിം പ്രജയോട് ഇസ്ലാമികമായ ഒരു കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ആവശ്യപ്പെടുകയും ആ യുദ്ധത്തിൽ മുന്നിൽ നിൽക്കുകയും മരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അതാണ് അള്ളാഹു ആവശ്യപ്പെട്ട, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ ജിഹാദ്, പിന്നെ യുദ്ധമായി തീരുന്ന ജിഹാദ് എന്ന് നാം മനസ്സിലാക്കണം. യുദ്ധം ജിഹാദാണ്, എന്നാൽ ജിഹാദ് യുദ്ധമല്ല. ഇതാണ് ചുരുക്കം പറയുവാനുള്ളത്. ഡിക്ഷണറികളിൽ, പ്രാമാണികമായ ഡിക്ഷണറികളിൽ ഒന്നും തന്നെ ജിഹാദ് എന്ന ശബ്ദത്തെ വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല.